വളരെ അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തില് നമുക്ക് വിദ്യ അഭ്യസിക്കാനുള്ള ഒരു അവസരം ലഭിക്കുമായിരുന്നില്ലെങ്കിൽ പോലും ഇന്ന് നമുക്ക് അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെ മാത്രമേ അത് നമുക്ക് ലഭിക്കുന്നുള്ളൂ. നമുക്കിപ്പോ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ, കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 169 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഈ എയ്ഡഡ് മേഖലയിലുണ്ട്. എയ്ഡഡ് മേഖലയിലുള്ള 169 കോളേജുകളിൽ 78 കോളേജുകളും ഒരു മതവിഭാഗത്തിൻ്റെതാണ്. ജനസംഖ്യാനുപാതികമായി പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 17% വരുന്ന ജനസംഖ്യയിൽ 17% വരുന്ന ഒരു മതവിഭാഗത്തിന്റെ കൈവശമാണ് നമ്മുടെ 78 കോളേജുകൾ. 39 കോളേജുകള് മുസ്ലിം സമുദായത്തിന്റെ, അതായത് 23, ജനസംഖ്യാനുപാതികമായി പരിശോധിക്കുമ്പോൾ 23% മുസ്ലിങ്ങൾക്ക് 39 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ കേരളത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ഈഴ തീയ വിഭാഗത്തിന് നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ 29%, ഒരു കാലഘട്ടത്തിൽ 33% ഉണ്ടായത് ഇപ്പൊ കുറഞ്ഞ് 29ലേക്ക് വരുമ്പോൾ അവർക്കുള്ള കോളേജുകൾ 18ആണ്. അപ്പൊ 33% ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികമുള്ള ഈ വിഭാഗത്തിന് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ 18 മാത്രമേ ഉള്ളൂ. ഇതിന്റെ പിന്നാലെ പോകുന്ന ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു വലിയ ആശയം മുന്നോട്ട് വെച്ച, ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരാശയം ലോകത്തിന്റെ മുമ്പിലേക്ക് വെച്ച, സനാതന ധർമ്മത്തിന്റെ എല്ലാ അന്തസത്തയും ഉൾക്കൊള്ളുന്ന ഒരാശയത്തെ മുന്നോട്ട് വെച്ചൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന്, എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു നല്ല മനുഷ്യനാവാൻ കഴിയുക. ഒരു നല്ല മനുഷ്യനാകാൻ സ്വപ്നം കാണുമ്പോൾ ബേസിക്കലി നമുക്കറിയാം, നമ്മുടെയൊക്കെ കുട്ടികളെ കുറിച്ച് വളരെയധികം ആകുലതകളുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഈ ആകുലതകളുടെയൊക്കെ തുടക്കം എവിടെ നിന്നാണ്? പലപ്പോഴും നമ്മളുടെ കുട്ടികളെ ഒരിക്കലും. എല്ലാവർക്കും നമസ്കാരം. നാട്ടിലെ മിടുക്കനും മിടുക്കുകളുമായ വിദ്യാർത്ഥിനികളെ ആദരിക്കുവാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്ന SNDP ശാഖായോഗ നമ്പർ 539 എല്ലാ ഭാരവാഹികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഒരു കാര്യം കൂടി പറയട്ടെ. എനിക്ക് കിസാൻ വാണി എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതായത് കൃഷിയെ കുറിച്ച് അറിയാനും പിന്നെ വളങ്ങളെ കുറിച്ച് അറിയാനൊക്കെ ഉള്ളൊരു ചാനലാണ്. നിങ്ങളെല്ലാവരും ആ ചാനൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നമ്മുടെ ശാഖയിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ അനുമോദിക്കുക തന്നെ ചെയ്യാം. ആദ്യം ആ കുടുംബ ലെവലിൽ നിന്നാൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി